കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് വീഡിയോ പറയുന്നത്. അപ്പോൾ അത് കാണാതെ കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ആദർശ് നയനിനെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഹെഡ് ഡിസൈനറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യാണ്. അങ്ങനെ കസേരയിൽ ഇരുന്നു കൊണ്ട് നയന ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന അവിടുത്തെ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് നോക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ഫയൽസും കാര്യങ്ങളും എല്ലാം എടുത്ത് ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടെ ആ ഹെഡ് ഡിസൈനർ ഓഫ് മോത്തീസ് ജ്വല്ലറി എന്നൊക്കെയുള്ള ബോർഡൊക്കെ കാണുമ്പോഴേക്കും നയനയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. എന്നിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് അവളുടെ അമ്മേനെയും നവ്യനെയും കാണിക്കുകയാണ്. ഇത് കണ്ടോ അമ്മേ, ഇവിടുത്തെ ഹെഡ് ഡിസൈനർ പോസ്റ്റ് എനിക്ക് കിട്ടിയമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. നവ്യ പറയാണ്, ഒരുപാട് സന്തോഷമായി നയന, നിനക്കെങ്കിലും അങ്ങനെ ഒരു പോസ്റ്റിൽ ഏറാൻ പറ്റുമല്ലോ, അതിന് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ പിന്നെ ഒരു ഭാഗ്യമില്ലാത്തവളാന്നൊക്കെ പറയുമ്പം ചേച്ചി ഒന്നോർത്ത് വിഷമിക്കേണ്ട ചേച്ചി, എല്ലാം ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനെന്തായാലും നന്ദുവിനെ അച്ഛനെന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് നയനെ പിന്നീട് നന്ദുവിനും അച്ഛനെയും വിളിച്ച് കാണിക്കുന്നുണ്ട്. അച്ഛ, നന്ദു ഇത് കണ്ടോ, ഇവിടുത്തെ ഹെഡ് ഡിസൈനർ ആയിട്ടുള്ള പോസ്റ്റ് എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കാണിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു ഹെഡ് ഡിസൈനർ എന്നുള്ള ആ ഒരു ഇതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ആദർശ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ചിരിച്ചുകൊണ്ട് തിരികെ പോകുന്നുണ്ട്. അങ്ങനെ നയനെ ഫോണൊക്കെ വിളിച്ചതിന് ശേഷം അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് കാണുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്തേക്ക് ഓഫീസിലേക്ക് ഒരാൾ വരുന്നുണ്ട്. മാസ്ക് ഒക്കെ വെച്ചിട്ടായിരിക്കും അയാൾ കയറി വരുന്നത്. അപ്പോൾ ആദർശ് അയാളെ ശ്രദ്ധിക്കുന്നില്ല. സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് ആദർശ് സാറിനെ ഒന്ന് കാണാമെന്ന് പറയുമ്പോൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ അയാൾ ഫയലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ നേരെ വന്നതിന് ശേഷം അയാൾ നേരെ പോകുന്നത് നയനയുടെ മുറിയിലേക്കാണ്. അപ്പം ഡോറ് തുറന്ന് ചെല്ലുമ്പോഴേക്കും മേഡം ഞാൻ മേ കമ്മിങ് ചെയ്യുമ്പോഴേക്കും എസ് കമ്മിങ് എന്ന് നയന പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി വന്ന പാടെ മേഡം ഇതിൽ നിന്ന് സൈൻ ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും അയ്യോ ഞാനിന്ന് വന്നതേ ഉള്ളൂ, എനിക്ക് അപ്പോയിൻമെൻറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സൈൻ ചെയ്യാനുള്ള അവകാശമില്ലെന്ന് പറയുമ്പോഴേക്കും എന്നാൽ മേഡം ഇതൊന്ന് നോക്കുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ കാണിക്കുകയാണ്. ഇതൊക്കെ എന്താ, ഇത് ഞാനോട്ട് യാതൊരു ബന്ധമില്ല, ഞാനിവിടെ ഡിസൈൻ ചെയ്യാനിരിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും അവൻ്റെ പോക്കറ്റിൽ നിന്നും പെട്ടെന്ന് തന്നെ കത്തി ഇങ്ങനെ ഊരിയെടുത്തിട്ട് നയനെ കുത്താൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ സമയത്ത് നയന എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ആദർശ് ചെയ്യുമ്പോൾ കാണുന്നത് ഇയാളെ കത്തി ഇവരുടെ നയനെ ഇങ്ങനെ കുത്താൻ വേണ്ടി ഓങ്ങുന്നതാണ്. പെട്ടെന്ന് തന്നെ നയനാന്നും പറഞ്ഞിട്ട് ആദർശ് അവളെ ഇങ്ങനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ഇയാളെ വീണ്ടും കുത്താനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സെക്യൂരിറ്റി എന്നും പറഞ്ഞിട്ട് അവിടെ ഉള്ളൊരു ബെല്ലയിൽ ആദർശ് പെട്ടെന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ പെട്ടെന്ന് ആദർശ് വന്നുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിയൊക്കെ ഇയാളെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും സെക്യൂരിറ്റിയൊക്കെ പിടിച്ച് തള്ളിയിട്ട് അയാൾ ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് നയന ആകെപ്പാടെ പേടിച്ചിട്ട് ആദർശിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നയന നിനക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് ചോദിക്കുമ്പം ഇല്ല ആദർശേട്ടാ, അയാൾ കയറി വന്നിട്ട് ഈ ഫയലൊന്ന് നോക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതൊന്നും ഞാൻ നോക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാളെ കത്തിയെടുത്തിനെ കുത്താൻ വന്നത്, ഞാൻ ചാടി എഴുന്നേറ്റപ്പം അയാൾ എന്നെ പിടിച്ച് കുത്താൻ വന്നു. ആദർശേട്ടൻ വന്നുകൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇപ്പം അയാളെന്നെ കൊന്നേനെന്ന് പറയുന്നുണ്ട്. എങ്കിലും ആരായിരിക്കും അത്, ഇവിടെ വന്ന് നിന്നെ ഉപദ്രവിക്കാൻ മാത്രം ഇതുള്ള ആൾ ആരായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് എന്തെങ്കിലും പറ്റിയോ സാറെന്ന് പറയാണ്. ആരാ എന്താ നോക്കാതെ കടത്തി വിടാൻ പാടുണ്ടോന്നൊക്കെ ചോദിക്കുമ്പം അയാളുടെ കഴുത്തിലൊരു ടാഗ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ആദർശ് സാറിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞാൻ കടത്തി വിട്ടതെന്ന് പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഒന്ന് ഇൻഫോം ചെയ്തേക്ക്, CCTV വെച്ച് ആളെ കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോഴേക്കും അയാൾ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആദർശേട്ടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാരമില്ല, നിനക്കെന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങ് നടന്ന് വെള്ളം എടുത്ത് ആദർശ് നയനയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സീറ്റിൽ തന്നെ ഇരുത്തുകയാണ്. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, ഈ സീറ്റിന് ഇത്രയും പവർഫുള്ളാന്ന് ആദർശേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല ആദർശേട്ടാ, എൻ്റെ ഓഫീസിലെ ഫസ്റ്റ് ഡേ അല്ലേ ഇന്ന് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതാരെങ്കിലും കരുതി കുട്ടി ചെയ്തതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നീ കാട് കയറി ചിന്തിക്കണ്ട, ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ ഇതെന്താ സംഭവം എന്നുള്ളത്, അതുകൊണ്ട് നീ ഇനി സമാധാനപ്പെട്ടിരിക്കുകയെന്ന് നയനയോട് പറയുന്നുണ്ട്. നയന പറയാണ്, ഒരാളെ കൊല്ലാൻ വന്നിട്ട് എങ്ങനെ ആദർശയോട് സമാധാനപ്പെട്ടിരിക്കുന്നത്, അത് ഓഫീസിൽ ഇത്രയും ആളുകളുള്ള ആദർശത്തിനുള്ള സ്ഥലത്ത് നിന്നിട്ട് ഒരാളെന്നെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാരണം കാണും, അത്രയ്ക്കും തൻ്റെ ഉള്ള ഒരാളായിരിക്കും പറഞ്ഞു വിട്ടേന്നൊക്കെ പറയാണ്. ഞാനെന്തായാലും അന്വേഷിച്ച് നോക്കട്ടെ, നീ സമാധാനത്തിരിക്കുമെന്നും പറഞ്ഞിട്ട് സെക്യൂരിറ്റിയും ആദർശം അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും നയനും മനസ്സിൽ കരുതാണ്, മുമ്പേ ആദർശേട്ടൻ പറഞ്ഞത് ശരിയാ, അബിക്ക് നല്ല ജലസിയുണ്ട്, മിക്കവാറും ഇവിടെ വെച്ച് തന്നെ എന്നെ ഇല്ലാതാക്കാനായിരിക്കും അവൻ്റെ അമ്മയുടെയും പ്ലാനിങ് എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് ആദർശ് സെക്യൂരിറ്റിക്ക് സംസാരിച്ചതിന് ശേഷം അകത്തേക്ക് വീണ്ടും കയറി വരികയാണ്. നയന ഇപ്പം എങ്ങനെയാണ്, ടെൻഷൻ കുറഞ്ഞോന്ന് ചോദിക്കുകയാണ്. കുറഞ്ഞ ആദർശേട്ടാ, ടെൻഷനൊന്നും ഇല്ല, ഞാൻ ആലോചിക്കായിരുന്നു
ഈ ഫസ്റ്റ് ഡേ ഞാൻ ഇവിടെ വന്ന കാര്യം നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അങ്ങനെ എന്നെ കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പം ഞാൻ പറഞ്ഞില്ല നയന, അതൊക്കെ പോലീസ് അന്വേഷിച്ചോളും, നീ അതിൻ്റെയൊക്കെ കേസ് വിട് എന്നും പറഞ്ഞിട്ട് അവൾ ആശ്വസിപ്പിക്കുന്നു കേട്ടോ. എന്തായാലും ഇനി ഞാൻ നിന്നെ ഇവിടെ തന്നെ കാണും. നിൻ്റെ എന്നെ ക്യാബിൻ അടുത്തടുത്തല്ലേ, ഞാൻ എപ്പോഴും വന്ന് ശ്രദ്ധിച്ചോളാം. അത് മാത്രമല്ല ഈ മുറിയിൽ CCTV ക്യാമറ കൂടിയുണ്ട്. അത് ഞാൻ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് എപ്പോഴേക്ക് കാണാൻ രീതിയിലാക്കോളാം. അവിടുത്തെ സെക്യൂരിറ്റിക്കൊക്കെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന അത്രയും റിസ്ക് എടുത്ത് എന്നെ ഇവിടെ നിർത്തണം ആദർശേട്ടാ, എനിക്ക് വീണ്ടും ആ അടുക്കളപ്പണി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഓരോ നല്ല കാര്യത്തിനിറങ്ങുമ്പം അശുഭമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് കേട്ടിട്ടില്ലേ, അതിൽ നിനക്ക് വിശ്വാസമില്ലേ, ദൈവത്തിൽ വിശ്വാസമില്ലേ, അതുകൊണ്ട് ദൈവം നിന്നെ കാത്തോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് അവിടെ നിന്ന് പോവാണ്. നയനം മനസ്സിൽ കരുതുന്നുണ്ട്, അതെ ദൈവം എന്നെ രക്ഷിക്കും, അതുകൊണ്ടാണ് അവൻ ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ട് വരും ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ ചേച്ചിയിൽ നിന്ന് എണ്ണയൊഴിച്ചിട്ട് ആ ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞുണ്ടെന്ന് പോലും ഓർക്കാതെ ആ കുഞ്ഞിനെയും അവളെയും കൂടെ കൊല്ലാൻ നോക്കിയ ചെറുത്താനവൻ. അപ്പം അവൻ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് നിസ്സാര കാര്യമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം ആദർശോട് പറഞ്ഞാലും ആദർശോട് വിശ്വസിക്കില്ലായിരുന്നു, പക്ഷെ പറയേണ്ടതായിരുന്നു എന്നൊക്കെ നയന ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ആദർശേട്ടൻ പറഞ്ഞതാ ശരി, ഞാനെന്തിനാ അവൻ്റെ ഒക്കെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത്, ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് കയറിയ അവൻ്റെ മുമ്പിൽ തോറ്റു നല്ല അർത്ഥം, അതുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് കയറുന്നില്ല. എന്തായാലും ഞാൻ ഇവിടെ തന്നെ വന്ന് ഓഫീസിൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. ആബി അവനിനി എൻ്റെ കീഴിൽ വേണം. ഇതൊക്കെ ചെയ്യാൻ അവൻ ഇത്രയ്ക്കും ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ എൻ്റെ കീഴിലിട്ട് ഞാൻ കഷ്ടപ്പെടുത്തും എന്നൊക്കെ നയന ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അവളുടെ അമ്മ വിളിക്കുകയാണ്, മോളെ എൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു വിഷമം പോലെ, എന്താണെന്നറിയില്ല, സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്, എൻ്റെ മോൾ ഓഫീസിലേക്ക് പോയ ദിവസമല്ലേ, പക്ഷേ എന്നിട്ടും എൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു വിങ്ങൽ പോലെ, മോക്കവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നയ മനസ്സാലോചിക്കുകയാണ്, ഈശ്വര എനിക്കിവിടെ ഒരു അപകടം ഉണ്ടായപ്പോൾ എൻ്റെ അമ്മ അറിഞ്ഞല്ലോ, മനസ്സുകൊണ്ട് എൻ്റെ അമ്മയത് അറിഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മോളൊന്നും മിണ്ടാത്തത്, മോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മേ, ഞാനിവിടെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു, ഓരോ വർക്കൊക്കെ നോക്കാമെന്ന് പറയുമ്പോൾ മോളെ സേഫായിട്ടിരുന്നോ, പിന്നെ ആദർശം ഉണ്ടല്ലോ അതാ ഒരു സമാധാനം, എൻ്റെ മോക്ക് എപ്പോഴും തുണയായിട്ട് ആദർശം തന്നെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഒന്ന് സൂക്ഷിച്ചിരുന്നാനെ മോളെ, അവിടെ ജലജയും അഭിയും ഒക്കെ എന്തൊക്കെയോ പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട്, ഞാൻ മേളിൽ നിന്ന് ശ്രദ്ധിച്ചപ്പോൾ എന്തായാലും പറയുന്നത് മനസ്സിലായില്ല, പക്ഷേങ്കിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ട് രണ്ടും കൂടെ പരസ്പരം അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആരെയെങ്കിലും ഉപദ്രവിക്കാനുള്ളതായിരിക്കും എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കണ്ടപ്പം എൻ്റെ മനസ്സിനാകെപ്പാടൊരു പേടി പോലെ, മോളിൽ നിന്ന് ആദ്യമായിട്ട് പോയതല്ലേ, അതുകൊണ്ട് മോളിച്ചിരി കെയർഫുൾ ആയിട്ടൊക്കെ ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനെ ശരിയെന്ന് പറഞ്ഞ് കെട്ടാക്കിയിട്ട് നയനെ ആലോചിക്കുകയാണ്, ഈശ്വര എനിക്ക് ഇതുപോലൊരു അപകടം സംഭവിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ മനസ്സിലറിഞ്ഞല്ലോ, അതാ എൻ്റെ അമ്മയൊക്കെ എന്നോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.